ജൂൺ 5 വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ? കാരണം എല്ലാ വർഷവും ജൂൺ 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത? എന്തിനാണ് ഈ ഒരു ദിവസം നമ്മൾ ഓർത്തിരിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എർത്താണ്, നമ്മുടെ ഭൂമിയാണ്. അപ്പോൾ ഈ ഒരു ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ് അല്ലേ? അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഓർത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് 1973 1973 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഓരോ വർഷം ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡേക്ക് ഓരോരോ തീം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ 2025 തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലേ? ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കിതില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് തേക്കുന്നത് മുതൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പാക്കറ്റ് വരെ എന്തുതന്നെയാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കുറച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരു തീമാണ് ഇത്തവണത്തെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ഡേയുടെ തീം എന്ന് പറയുന്നത്. സോ എല്ലാ കൊല്ലവും നമ്മൾ ഓരോ കൺട്രീസിലാണ് ഇത് മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇത്തവണത്തെ നമ്മുടെ ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് നമ്മുടെ സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഗ്ലോബൽ സെലിബ്രേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇത് കൂടാതെ ഇക്കൊല്ലത്തെ ഈ ഒരു തീമിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഗോൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ വേസ്റ്റ് സെപ്പറേഷൻ റൂളാണ്. അതായത് നമ്മൾ വേസ്റ്റ് കറക്റ്റായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റ് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വേസ്റ്റിന് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് ഡെപ്പോസിറ്റ് സിസ്റ്റം ഫോർ ഡിസ്പോസിബിൾ കപ്സ്. അതായത് ഡിസ്പോസിബിൾ കപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതിനൊക്കെ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള റൂൾസും കാര്യങ്ങളും വേണം, സിസ്റ്റവും കാര്യങ്ങളും വേണം. അതുകൂടാതെ തന്നെ എയിമിംഗ് ടു ബി പ്ലാസ്റ്റിക് ഫ്രീ ബൈ 2040, അതായത് 2040 ആവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്ലാസ്റ്റിക് യൂസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, അതായത് പ്ലാസ്റ്റിക് ഫ്രീ ആക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് എല്ലാം കുറച്ച് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസും അല്ലെങ്കിൽ ഈ പറയുന്ന ബാഗ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ഫ്രീ ആക്കണം 2040 ഉള്ളിൽ. ഇതാണ് മെയിനായിട്ട് ഇത്തവണ നമ്മൾ എയിം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡേക്ക് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ മാത്രമല്ല മെയിനായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത്. മെയിനായിട്ട് വേറെ കുറേ അവയർനെസ് ഉണ്ട്, കുറേ ബോധവൽക്കരണം ഉണ്ട്. എന്തിനൊക്കെ കുറിച്ചിട്ടാണ്? പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ആവാം, വാട്ടർ ആവാം, സോയിൽ ആവാം, ഡീഫോറസ്റ്റേഷൻ, വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇതാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് ആണ് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ഡേയിലൂടെ നമുക്ക് തരുന്നത്. അതുകൂടാതെ തന്നെ ഇതുവഴി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പ്ലാന്റിങ് ട്രീസ്, റെഡ്യൂസിങ് പ്ലാസ്റ്റിക് യൂസ്, സേവിങ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി, പ്രൊട്ടക്റ്റിംഗ് വൈൽഡ് ലൈഫ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഭൂമിക്ക് ഒരു പ്രശ്നമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അത് നമ്മൾ എൻകറേജ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യത്തിന് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ജൂൺ 5 നമ്മൾ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, നമ്മളെല്ലാവരും മിഠായിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഈ മിഠായി കഴിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ നമ്മൾ റോഡിലോട്ട് വലിച്ചെറിയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളും അപ്പോൾ ഒരാളായി ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 2040 ആവേണ്ട ഒരു ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം, നന്നാവണം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ബാക്കിയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സ്വയം നന്നാവണം, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാം. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള കാര്യം. ഇനി പ്ലാസ്റ്റിക് കവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തവണ നമ്മൾ ജൂൺ 5 എൻവയോൺമെൻറ്റൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് യൂസൊക്കെ വളരെ കുറയ്ക്കുക. നമ്മുടെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ആണെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക.